ചിന്നു കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണ്. ചിന്നുവിനെ വിളിക്കാം. ചിന്നു വരും. ചിന്നു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷ്മിനൊക്കെ 6-7 items അല്ലേ? അല്ല, അത് 1 2 3 4 5 6 7 8 9 10 11 എണ്ണത്തിലല്ല കാര്യം, അറിയാമല്ലോ. എണ്ണം നമുക്ക് എത്ര വേണമെങ്കിലും ആക്കാം അല്ലേ? ഒരു തോരൻ തോരൻ തന്നെ പലതരം തോരൻ പോലെ ആകാം, സോർട്ട് ചെയ്ത് ചെയ്യാം അല്ലേ? റൈസ് 1 2 3 എണ്ണം ആകാം. പക്ഷെ നമുക്കൊരു ഈ ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ഉള്ള കാര്യം. ഇതിലിപ്പം ദിസ് ഈസ് എ വെൽക്കം ഡ്രിങ്ക്. എന്താണ് ഇതിന് പറയുന്നത്? കോക്കനട്ട് മിൽക്ക് ഡ്രിങ്ക്. കോക്കനട്ട്, പക്ഷേ പാലും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാലും പാലും. പിന്നെ വരുന്നത് യെല്ലോ റൈസ് ഉണ്ട്, പിന്നെ പ്രോൺ കറി ഉണ്ട്, ക്യാരറ്റ് സമ്പാർ, ചിക്കൻ കറി, അവൽ ലഡു. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ട കറിയാണ് അല്ലേ? വ്യത്യാസമാണ്. ഇത് ഫിഷ് കടുകും കറിവേപ്പിലയും കൂടെ അരച്ചതാണ്. ഫിഷ് ബോൾ കറി എന്ന് പറയുന്നത്. ഫിഷ് പോൾ എന്ന് പറഞ്ഞാൽ തേങ്ങയാണ്. ഇത് ചിക്കൻ ഫ്രൈ. എന്തിനാ ഇത്രയും വലിയൊരു ബ്രസ്റ്റ് പീസ് എടുത്ത് ഇത്രയും വലിയൊരു പീസായിട്ട് ചെയ്തത്? കട്ട് ചെയ്യാനുള്ള മടി കാരണമാണ്. കുറച്ചുകൂടെ ചെറുതായിട്ട് കാര്യം ഇത് കഴിക്കുമ്പോൾ നമുക്ക് കാണുമ്പോഴേ കഴിക്കാൻ തോന്നണ്ടേ? സൂപ്പ്. എന്ത് സൂപ്പ് ഇത്? ചിക്കൻ സൂപ്പ്. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, കണ്ടു നോക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ ചിന്നു തയ്യാറാക്കിയ വിഭവങ്ങളൊക്കെ ശ്രീലങ്കൻ സ്റ്റൈൽ കണ്ടു. ഞാൻ ആദ്യം വെക്കാൻ പോകുന്നത് ശ്രീലങ്കൻ ഡിഷാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ആദ്യം ഞാൻ വെക്കാൻ പോകുന്നത് യെല്ലോ റൈസാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ്, ഈ കപ്പിന് അളവിന് 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതേ 2 കപ്പ് അരിയും എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളവും ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് അത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. യെല്ലോ റൈസ് ആയതുകൊണ്ട് മഞ്ഞ കളറായിരിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അടുപ്പിൽ ചേർത്ത് ഒരു 2 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ്, ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് ഇഞ്ചി, 2 കപ്പ് അരി വാർത്ത് വെച്ചിരിക്കുന്നതിട്ട് നമുക്കിത് വറുക്കാം. ഇത് നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേവാൻ വേണ്ടി മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ചിക്കൻ വെച്ച് വേവിക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ച് ചിക്കൻ ഇട്ടിട്ട് കുറച്ച് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ചില്ലി കുറച്ച് കട്ട് ചെയ്തിടും. ഇത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനും വേണം. ചിക്കൻ സൂപ്പിനും കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ചിക്കനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം കുറച്ച് മതി. ഇത് നമുക്ക് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇവിടെ നമ്മൾ റൈസ് ഏകദേശം ആകുന്നുണ്ട്, കുറച്ചുകൂടെ വെന്താൽ മതി. ചിക്കൻ നമുക്ക് ഇനി മൂടി വെച്ച് വേവിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പച്ചരിയാണ്. ഒരു 1/2 കപ്പ് പച്ചരി എടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ്റെ തീ കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിക്കുള്ളതും കൂടെ ചെയ്ത് വെച്ചിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ നിൽക്കാം. പെട്ടെന്ന് ചെയ്ത് തീരുന്നതാണത്. ചിക്കന് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കഴിഞ്ഞിട്ട് കുറച്ച് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. രംഭ ഇലയും കൂടെ വേണം. മെയിനായിട്ടും പ്രധാനമായിട്ടും വേണ്ടത് രംഭ ഇലയാണ് ശ്രീലങ്കൻ ഡിഷിന്. കുറച്ച് വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും പിന്നെ ഇതിലേക്ക് കുറച്ച് സവാളയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കും. നമുക്ക് ഈ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് രംഭ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ റൈസ് ഏകദേശം വേവാറായി. ഇപ്പോൾ റൈസിലേക്ക് നമുക്ക് രംഭ ഇല ഇട്ട് വേവിക്കാം. കുറച്ച് നമുക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് മൂടി വെച്ച് ഒന്ന് വെള്ളം വറ്റുന്നത് വരെ. ഇവിടെ നമുക്ക് രംഭയില ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് തക്കാളി കൂടെ ഇടണം ചിക്കൻ കറിക്ക്. ഒരു ഏലക്കായും. ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവി. ഇവിടെ റൈസ് ഏകദേശം തയ്യാറായിട്ടുണ്ട്. റൈസിനെ നമുക്ക് മാറ്റി വയ്ക്കാം. വെന്ത ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് സൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറിയും കൂടെ ആഡ് ചെയ്തെടുക്കാം. കുറച്ച് ക്യാരറ്റ്, കുറച്ച് പീസ് തക്കാളി, കുറച്ച് രംഭയില, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വേവിക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വരണം. നമുക്ക് റൈസ് എന്തായിരുന്നാലും തയ്യാറായിട്ടുണ്ട്. ഇതിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ഈ റൈസിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാലായിരുന്നാലും മതി. ഈ നാരങ്ങയുടെ തോട് കുറച്ച് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മാറ്റാം. ഈ സ്റ്റോക്ക് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി സ്ട്രെയിൻ ചെയ്യാൻ വെക്കാം. കുറച്ച് തണുക്കട്ടെ. ഈ ചിക്കൻ കറിയിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ ആഡ് ചെയ്യണം. കുറച്ച് ചിക്കൻ മസാല, കുറച്ച് പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഒരു കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് വറുക്കാം. ഇത് വറുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ജസ്റ്റ് ഒന്ന് പീസാക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റിൽ കാഷ്യൂ പേസ്റ്റും ചേർത്ത് നമുക്കിത് ഇറക്കാം. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്യണം. നന്നായിട്ട് വെന്ത് ഉടയണം. എന്നിട്ട് കുറച്ച് ഉപ്പ്, ഒരു കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ, ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് നന്നായിട്ട് വറ്റി വരണം. ഇനി അടുത്ത് നമുക്ക് മീൻ കറിക്ക് വേണ്ടിയുള്ള കാര്യം നോക്കാം. ഞാൻ ശ്രീലങ്കൻ റെഡ് ഫിഷാണ് വെക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, പിന്നെ കറിവേപ്പിലയും കൂടെ. ഇപ്പം നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പും കൂടെ ഈ എണ്ണയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടിയോളം ചേർക്കണം. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കനിലേക്ക് നമുക്ക് കാഷ്യൂ പേസ്റ്റ് അരച്ച് ചേർക്കാം. നമുക്കിത് മാറ്റിയിട്ട് ഇവിടെ മീൻ കറിക്ക് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും ഉലുവാപ്പൊടി 1/4 ടീസ്പൂണും. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന 2 കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ ആഡ് ചെയ്തിട്ട് നമുക്ക് തീ കുറച്ച് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. എന്നിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ കണക്ക്. നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. ഇത് ചെമ്മീനിന് വേണ്ടിയിട്ടാണ്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് മുളക് പൊടി, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടെ ഇട്ട മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഈ കൊഞ്ച് നമുക്കെടുത്ത് ഇട്ട് കൊടുക്കാം.
കുറച്ച് വെന്താൽ മതി. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീനിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൗഡറും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഫിഷിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി. ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. റൈസിൻ്റെ കാര്യം ഒന്ന് നോക്കാം. കുറച്ചുകൂടെ വേകുമ്പോൾ കറക്റ്റാവും. കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു വെക്കാം. മീനും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീനും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ സൂപ്പിന് വേണ്ടിയാണ്. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിനെ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് പുരട്ടി ഒന്ന് വറുക്കാം. നാരങ്ങ നീര് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇത് നമുക്ക് ചിക്കൻ ഫ്രൈക്കും എടുക്കാം, കുറച്ച് നമുക്ക് സൂപ്പിനും എടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ക്യാരറ്റ് കൊണ്ട് ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. കുറച്ച് ക്യാരറ്റ് ഇട്ട് കുറച്ച് ഗ്രീൻ ചില്ലി, കോക്കനട്ട് പൗഡർ, കുറച്ച് സാൾട്ടും പിന്നെ സംബാൽ എന്നാണ് പറയുന്നത്, ക്യാരറ്റ് സംബാൽ, കുറച്ച് നെയ്യും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചോറൊന്ന് വെന്തോ നോക്കാം. വെണ്ണ പുരട്ടി ഒരു ട്രേയിലേക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. നമുക്കിനി സൂപ്പിൻ്റെ കാര്യം നോക്കാം. സൂപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കവും ചിക്കൻ്റെ സ്റ്റോക്കിൽ വെച്ചതാണ്, അതെല്ലാം കൂടെ നമുക്ക് അരിച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചിക്കൻ വറുത്തിട്ട് അരച്ചതാണ്. ഈ പേസ്റ്റും കൂടെ ഇതിലേക്ക് നമുക്ക് സൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് തന്നെ. നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. ചിക്കൻ ഫ്രൈ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. അപ്പം ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ടാവും ഫ്രഷ് ക്രീം. ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രൂട്ട് സലാഡിന് വേണ്ടി കസ്റ്റാർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. പൈനാപ്പിളും ആപ്പിളും കൂടെ ഷുഗറിൽ സോട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വേവണം, ഇല്ലെങ്കിൽ കറുത്തു പോവും. അതുകൊണ്ടാണ് സോട്ട് ചെയ്യണത്. എന്നിട്ട് നമുക്ക് ഈ കസ്റ്റാർഡ് ഒഴിച്ച് തണുക്കാൻ വയ്ക്കാം. ആദ്യം നമുക്ക് പൈനാപ്പിൾ സോട്ട് ചെയ്യാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഷുഗറും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിളിനെ നമുക്കെടുത്ത് മാറ്റാം. ഇതിനെ കൂടെ കുറച്ച് ആപ്പിളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പഴവും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് തണുക്കുമ്പോൾ കസ്റ്റാർഡും കൂടെ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് അവൽ ലഡു ഉണ്ടാക്കാം. കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് റേസിൻസ്, ഒരു 2 ഏലക്ക ഒന്ന് വരട്ടിയിട്ട് അവലിട്ട് കൊടുക്കാം. കോക്കനട്ടും പൗഡറും ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇനി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഉരുളകളാക്കാം. കസ്റ്റാർഡ് ഏകദേശം തണുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം, സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ശ്രീലങ്കക്കാരി കുറേ ഐറ്റം കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിക്കാം.
അപ്പോൾ നമ്മളുടെ സ്റ്റാർട്ട് ഒരു വെൽക്കം ഡ്രിങ്ക് തൊട്ട് തുടങ്ങാം. 2 ഗ്ലാസ് തരാമായിരുന്നു, പോട്ടെ, ഞങ്ങൾ സ്പൂണിൽ കഴിക്കാം. ഫ്രഷ് ഫീലിംഗ്, വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു തോന്നൽ, അത് അതൊക്കെ കൊള്ളാം, നല്ലത്. പിന്നെന്താ, സൂപ്പ്. ഇത് കോക്കനട്ട് റൈസ് അല്ലേ? കോക്കനട്ട് റൈസ്, തേങ്ങാച്ചോറ്, ഒരു പൊടിക്ക് ഉപ്പ് കൂടുതലാണ്. അതിൻ്റെ കൂടെയാണ് മീൻ അല്ലേ, ഫിഷ്. നമ്മുടെ തേങ്ങ ഇതിലെന്തൊക്കെ കടുകൊക്കെ ചേർക്കുമെന്നാണ് പറയുന്നത് അല്ലേ? കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് അരച്ചതാണ്. നമ്മുടെ ഒരു കോട്ടയം ഫിഷ് കറിയുടെ സ്വാദൊക്കെ വരുന്നുണ്ട് കടുകൊക്കെ ഉണ്ടെങ്കിലും. യെല്ലോ റൈസ്, എന്തോ ചിന്നു എല്ലാത്തിലും ഉപ്പ് വാരി ഇട്ടിരിക്കുകയാണല്ലോ. യെല്ലോ റൈസിൽ ഉപ്പ് കൂടുതലാണ്. ആദ്യം ക്യാരറ്റ് സമ്പാർ, കറിക്കല്ല, ആൻഡ് ഇത് ചിക്കൻ കറി, ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം കൂടി വരിക. അതിനൊരു വ്യത്യസ്തതയുണ്ട്, ഏതാണ്ട് ഒരു ശ്രീലങ്കൻ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. പ്രോൺസ്, ചിക്കൻ ഇതെങ്ങനെ കഴിക്കുന്നുള്ളതാണ്. എന്താ പറഞ്ഞത്? ഫ്രൂട്ട് സലാഡ്, അവലുണ്ട അല്ലേ? ഏതാണ്ട് എല്ലാം ടേസ്റ്റ് ചെയ്തു. 1-2 കാര്യങ്ങൾ എടുത്ത് പറയാവുന്ന, ഇപ്പോൾ ചിക്കൻ വിത്ത് പൊട്ടറ്റോ കറി, അതിൻ്റെ വെൽക്കം ഡ്രിങ്ക്, തേങ്ങാച്ചോറ്, ഉപ്പ് കൂടുതലായിരുന്നു, തെറ്റില്ല. പക്ഷെ എല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല.